ഗൈസ് കറക്റ്റ് വെച്ചാൽ അപ്പോൾ ഇന്ന് ഞാൻ ഇനി അൽമാര ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അൽമാര ഞാൻ മാറ്റണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ആകെ പോയി, പിന്നെ ഈ ഒരു ഭാഗം പോയി, ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു അൽമാര ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഓക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് ചെറിയ ബോക്സ് കിട്ടിയില്ല, വലിയ ബോക്സാണ്. എനിക്ക് ഈ ബോക്സ് വെച്ച് ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെ നമുക്കൊന്ന് മുറിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം മുറിക്കാം. അപ്പം 4 റെക്റ്റാങ്കിൾ ഇട്ടിട്ടുണ്ട്. 2 റെക്റ്റാങ്കിൾ ബിഗ് റെക്റ്റാങ്കിൾ, പിന്നെ 2 സ്മോൾ റെക്റ്റാങ്കിളാണ്. ഈ ഒരു പെയിൻറ്റ് നോക്കണ്ടാട്ടോ. ഞാനിങ്ങനെ അടയാളം പഠിച്ചിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ വെട്ടിയെടുക്കാം. ഇത്ര ഭാഗം മതി. നമുക്ക് വെട്ടിയെടുക്കാം. ഗായ്സ് നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ എടുത്ത് കളയാട്ട, അല്ലെങ്കിൽ പെയിൻ്റൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ അതേ ഞാൻ സ്റ്റിക്കർ എടുത്ത് കളയാം. നമുക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പീസ് എന്തായാലും ആവശ്യം വരും, കളയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഇത്ര പീസ് ഉണ്ട്. പിന്നെ വലിയ റെക്റ്റാങ്കിൾ എടുത്ത് ഇതേ ഷേപ്പ് തന്നെ വീണ്ടും ആക്കേണ്ടി വരും. ഓക്കെ, അടയാളപ്പെടുത്താം. ഒരേ ലെവൽ കിട്ടണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഈ പീസും കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ 2 പീസ് ആവശ്യമുണ്ടാവും. നമ്മൾ ഒരേ ലെവലുള്ള പീസ് ഒരേ ലെവലാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്ലൂ എടുക്കണ്ട കേട്ടോ. നമ്മൾ ഈ ഫെവിക്കോളാണ് ഗൈസ്. ഞാൻ പശ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ. പശ ഒട്ടിച്ചിട്ട് ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിക്കുക. ഇത് കുറച്ച് മിനിറ്റെങ്കിലും വേണം കേട്ടോ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ. ഗൈസ് അങ്ങനത്തെ കാർഡ്ബോർഡ് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ എടുത്തു, അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനത്തെ ചെറിയൊരു കാർഡ്ബോർഡ്, അപ്പം ഇങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം, പക്ഷെ എൻ്റെ പശ അതേപോലെ ഞാനിങ്ങനെ പുറത്തെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് സിൽക്കാണ്. പിന്നെ ഈ ബോക്സാണ് കേട്ടോ എടുക്കണത്. ആ ബോക്സ് പറ്റുന്നില്ല. അതോടെ ഞാൻ ഈ ബോക്സാണ്. ഗൈസ് ഇതിലേത് കളർ അടിച്ചിടാവും? യെല്ലോ ഉണ്ട്, പർപ്പിൾ, അങ്ങനെ ഉണ്ട്. ഇഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ നമുക്ക് പർപ്പിൾ അടിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ അടിക്കാം. നമ്മൾ ഈ കളർ കേട്ടോ, ലൈറ്റ് ബ്ലൂ. നമുക്കിതൊന്ന് അടിക്കാം. അപ്പം നമ്മളിത് അടിക്കണേ കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ക്ലിയറായി കാണുന്നു. ഞാനായി അടിക്കണ. ഓക്കെ, നമുക്കൊന്ന് അടിക്കാം. ഗായ്സ് ഈ ഭാഗത്ത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനി ഈ സൈഡും ആ സൈഡും ഈ സൈഡൊക്കെ അടിക്കണം. നമുക്കൊന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഉണങ്ങിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് ഇവിടെ പർപ്പിളല്ല അടിക്കുന്നത്. ഇതിലൊരു കളർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു പർപ്പിളാണ്. ഈ സ്റ്റിക്കർ ഊരണം, അല്ലെങ്കിൽ അവിടെ കളർട്ട് അടിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ഊരാം. അപ്പോൾ അതേ ഗൈസ് നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പർപ്പിൾ. നമുക്കൊന്ന് തുറക്കാം. ഓക്കെ, തുറന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് കിട്ടാം. ഇതെന്താ ഇത് ഫാബ്രിക് പെയിൻ്റ് കേട്ടോ. ഓക്കെ, മതി.
നന്നായി മിക്സ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഒഴിച്ച് നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേ ഇവിടെ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അടിക്കാം. പറക്കിലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ എന്താണ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇത് സെറ്റ് കഴിഞ്ഞ് നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ പെയിൻ്റ് ഇട്ട് ഇവിടെ നമുക്ക് ശരിയാക്കാം. എന്ന് വെച്ചാൽ അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോ വെക്കലാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വെക്കാനുള്ള അടയാളപ്പെടുത്താൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനാണ്. നമുക്കിതിങ്ങനെ കിട്ടാൻ ഇവിടെ കൈയൊക്കെ ആക്കിയല്ലോ പെയിൻ്റാണ് മൊത്തം കേസ്. അതായത് ഇത് നമുക്ക് പെയിൻ്റ് അടിക്കണം. ഇങ്ങനെ വെക്കാം, ഒട്ടിക്കാം. നമ്മൾ ഇപ്പോൾ ഈ പെയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഈ പെയിൻ്റിനാണ് അടിക്കുന്നത്. ഏത് പെയിൻറ്റ്? ഈ പെയിൻറ്റാ. ഓക്കെ, ഈ പെയിൻ്റായിട്ടാണ് നമ്മൾ അടിക്കുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഗൈസ് ഇതിലൊന്നും അടിക്കാം. അപ്പോൾ ഗൈസ് ഇതെന്താ നമ്മൾ പെയിൻറ്റ് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഗൈസ് നമുക്ക് കയ്യിലൊക്കെ ആയി ഗൈസ് എന്താ നോക്കണം. ഇത് നമുക്കിതിങ്ങനെ ഒട്ടിച്ചാൽ മതി കേട്ടോ. അതേപോലെ നമുക്ക് ഒട്ടിക്കാം. ഇതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വെറുതെ ചുമ്മാ കാണിച്ചതാണ്. ഈ ഉള്ളിൽ സ്കൈ ബ്ലൂ, പുറത്ത് ഒരു പർപ്പിൾ, ഈ രണ്ട് കളറാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചത്. കയ്യിലൊക്കെ ഇതൊക്കെ വൃത്തിയാക്കണം. ഇത് ഒട്ടിക്കാട്ടെ. പക്ഷെ ഫെവിക്കോളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദേവേനെ കാണിച്ചു തരാം. ഓക്കെ, ഇതേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടിക്കണമെന്നില്ല, കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഇവിടെ പെയിൻ്റൊക്കെ അടിക്കണമല്ല, ഇവിടെ ഒട്ടിക്കേണ്ടത്. ഇതിപ്പോൾ വല്ല ഇങ്ങനെ വെച്ചാൽ ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ക്രയോൺസ് വെക്കണേ കുറച്ചുകൂടി നോക്കിയാൽ നമുക്കത് അല്ല, നമുക്ക് ഒട്ടിക്കാം. നമുക്ക് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് ഏതാണ്? ഫുള്ള് ബ്ലൂ ആണ് ഗായ്സ്. ഇവിടെ അടിച്ചാൽ മതി. ഫുള്ള് ബ്ലൂ ആണ്. എൻ്റെ പെയിൻറ്റിൻ്റെ ബ്രഷ് അവിടെ കുറേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. അപ്പം അതേ ഒന്നാമത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എൻ്റെ കയ്യിലൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തുടക്കാനും ഇതൊക്കെ. അതിന് നമുക്ക് ഇവിടെ ഒന്ന് ഫെവിക്കോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഗ്ലൂ. ഓക്കെ, ഇവിടെ ചുറ്റുപാട് വെക്കണ്ട കേട്ടോ. കാണാനൊക്കെ വിചാരിക്കും. ഫുള്ള് ബ്ലൂ ആണ് ഗായ്സ്. നമ്മൾ ഒട്ടിക്കണേന് 3 ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഒട്ടിയാൽ മതിയാണ്ട്. ഓക്കെ, ഒട്ടുണ്ട്. ഈ സൈഡ് കുറച്ച് ലൂസാണ്. അപ്പോൾ ഈ സൈഡ് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഒരു ഭാഗം, പിന്നെ ഇവിടെ ഒരു ഭാഗം ഗായ്സ്. അപ്പം ഗായ്സ് ഇവിടെ ഒട്ടിക്കണം. അപ്പത്തേ ഇവിടെ ഒട്ടിക്കാം. ഞാൻ ബാക്ക് അടിച്ചത് ഗായ്സ്. ഞാൻ ഈ ക്ലിപ്പ് വെച്ചിരിക്കണത് ഇങ്ങനെ വീഴാം, അതുകൊണ്ട് ഒട്ടിക്കൊണ്ട് ഇനി നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വെക്കാനാണ്. ഇതെടുക്കാം. എത്ര ഉണ്ട്? നമുക്ക് എത്ര വെക്കാം? നമുക്ക് ഇവിടെ പൊട്ടിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം.
1 മണിക്കൂർ കഴിച്ചു. ഇതിൽ ഉണങ്ങണ്ടേ, അതുകൊണ്ട് ഓരോരുത്തർ വൈകാണ്. ഇനി നോക്കി അയ്യോ ഇനി ഇവിടെ ഒട്ടിക്കാൻ ഇവിടെ ഒട്ടിക്കും. ടേബിളൊക്കെ അലങ്കോലായി. ഇനി നമുക്ക് ഒട്ടിച്ച് ഇനി അപ്പുറത്തും കൂടി ഒട്ടിക്കാൻ തോന്നും. അപ്പുറത്ത് കുഴപ്പമില്ല. അപ്പം ഗൈസ് ഇത് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ റിസൾട്ട് എന്തായാലും വരുന്നതാക്കുന്നു. അപ്പം നമ്മൾ ഇതും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും ഒട്ടിക്കാം. ഇവിടെ ഒട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഈ ഭാഗത്ത് ഒട്ടിക്കാം. ഇവിടെ പശ ഇരിക്കേണ്ട സാധനം. ഓക്കെ അപ്പോൾ അതേ ഗൈസ് പശയൊക്കെ ഓക്കെ. ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി അപ്പോൾ നമ്മുടെ ഇവിടെയും നമ്മുടെ ഈ 2 വരയും ഇവിടെയും ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് ഇതിലൂടെ ശരിയാകുന്നു കേട്ടോ. ഇങ്ങനെ കേട്ടോ ഈ ഭാഗം. ഈ ഒരു കൈയൊക്കെ ഓക്കെ, കൈയൊക്കെ പെയിൻ്റായി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാം, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യാം. നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം. ഈ കാർഡ്ബോർഡ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യണേ. അപ്പോൾ കാശ് നമ്മൾ ഇവിടെ ഇത്ര ചെയ്ത് ഞാൻ 3 പീസും ഇങ്ങനെ ഇതാക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് ഇതിങ്ങനെ അപ്പം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇങ്ങനെ പശ വെക്കാം. എന്നിട്ട് ഇങ്ങനെല്ലാം കറക്റ്റ് സൈസിനകത്ത് കറക്റ്റ് സൈസിലെടുക്കാനുള്ള കറക്റ്റ് സൈസ് എനിക്കറിയില്ല. സ്കെയിലുണ്ടൊക്കെ നിർത്തുക. നമുക്ക് പറ്റിക്കുന്നു സാധനങ്ങളൊക്കെ പക്ഷെ ഞാൻ പറയില്ല നേരത്തെ ആൽമാരെ പോലെ ഉണ്ടാക്കാൻ. അങ്ങനെയല്ല, ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇങ്ങനെ ഉണ്ടാക്കാം. പെയിൻ്റൊക്കെ മേടിച്ചു. അയ്യോ ഗൈസ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒട്ടിയാന്ന് അറിയില്ല, പക്ഷെ ഞാനിങ്ങനെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒട്ടിയിട്ട് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ഓക്കെ.